വിഴിഞ്ഞത്ത് കപ്പൽ കാഹളം മുഴങ്ങുമ്പോൾ മറവിയുടെ കയത്തിലേക്ക് സർക്കാർ തള്ളിയിട്ട ചില വ്യക്തികളുണ്ട്. മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിക്കും VS അച്യുതാനന്ദനും തുടങ്ങിയവരൊക്കെ സർക്കാർ മറന്നെന്ന് നടിച്ചാലും ജനം മറക്കില്ല. ഇവർക്കും മുൻപേ സ്വതന്ത്ര കേരളം വിഴിഞ്ഞം തുറമുഖമെന്ന് ചിന്തിക്കും മുൻപേ തിരുമലയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ദിനവും സൈക്കിൾ ചവിട്ടിപ്പോയൊരു മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ആദ്യത്തെ റിപ്പോർട്ട് തയ്യാറാക്കി ദിവാൻ CP രാമസ്വാമി അയ്യർക്ക് നൽകിയ കവടിയാർ മേടയിൽ വീട്ടിൽ G ഗോവിന്ദമേനോൻ. 102 വയസ്സുണ്ട് മേനോനിപ്പോൾ. 1946 അത്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കാലം. അന്ന് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ദിവാൻ CP രാമസ്വാമി അയ്യരാണ് ഗോവിന്ദമേനോനോട് നിർദ്ദേശം നൽകിയത്. CP ഇംഗ്ലണ്ടിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം 4 ഉദ്യോഗസ്ഥർക്കൊപ്പം മേനോൻ വിഴിഞ്ഞത്തെത്തി. നിലവിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനടുത്തുള്ള തീരമായിരുന്നു ഇവരുടെ കേന്ദ്രം. വിഴിഞ്ഞം മുതൽ അടിമലത്തുറ വരെ കടലിന്റെ ആഴമളന്നു. 1947 റിപ്പോർട്ടും നൽകി. പക്ഷേ പിന്നീട് ഈ പദ്ധതി ഇല്ലാതായി. ഇല്ലെങ്കിൽ പണ്ടേ വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതോടെ മേനോൻ വിഴിഞ്ഞത്തെക്കുറിച്ച് മറന്നു. എന്നാൽ അദാനി ഗ്രൂപ്പ് നിർമ്മാണം ഏറ്റെടുത്തതോടെയാണ് മേനോന് വിഴിഞ്ഞത്തോട് താല്പര്യം തോന്നിയത്. ക്രെയിനുമായി കപ്പൽ വന്നപ്പോൾ അവിടെ മകൻ ശശികുമാറിനൊപ്പം മേനോനെത്തി. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1944 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷ 1ാം ക്ലാസ്സിൽ പാസ്സായ മേനോന്റെ ആദ്യ ദൗത്യം കഴക്കൂട്ടം വിമാനത്താവളമായിരുന്നു. കഴക്കൂട്ടത്ത് പുതിയൊരു വിമാനത്താവളം നിർമ്മിക്കാൻ തിരുവിതാംകൂർ സർക്കാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. പിന്നീട് അതേ എയർപോർട്ട് നിർമ്മാണ വിഭാഗത്തെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പണിയും ഏൽപ്പിച്ചത്. ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധർ ഗോവിന്ദമേനോനൊപ്പം വിഴിഞ്ഞത്തെ കരയും കടലും പരിശോധിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതിക്കായി ഗംഗയാർ തോട് വഴി വെള്ളായണി കായലിൽ നിന്നും ശുദ്ധജലം എത്തിക്കാനും പദ്ധതിയുണ്ടായിരുന്നു. തിരിക്കൊച്ചി രൂപീകരണത്തോടെ തുറമുഖമായി കൊച്ചി മതിയെന്ന തീരുമാനമുണ്ടായി. അതോടെയാണ് മേനോന്റെ വിഴിഞ്ഞം സ്വപ്നത്തിന് തിരശീല വീണത്.